നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ ഇനി അഥവാ ആരും വീണ്ടും ധനുഷിനെ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ, നീ എന്താ ചെയ്യാൻ പോന്നെ? പറഞ്ഞു മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കും. എന്നിട്ട് എതിര് നിന്ന ഞാൻ അവനോടൊപ്പം ഇറങ്ങിപ്പോവും. എല്ലാവരുടെ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുൻപ്. ഇതിപ്പോ അർച്ചനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ? എത്രയും പെട്ടെന്ന് നിന്നെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അർച്ചന അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഉടനെ ഒരുത്തം വരും നിന്നെ പെണ്ണ് കാണാൻ. അതൊക്കെ ഇവിടെ ഉള്ളവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മറ്റൊരു വിവാഹം പോലും അതിന് സ്നേഹം മരിക്കണം. പിന്നെ നീ എന്ത് ചെയ്യാൻ പോന്നു? ഏട്ടത്തി കണ്ടോ ഇനി എന്താന്ന്? നീ ജയിലിൽ ചെന്ന് ധനുഷിനെ കണ്ടപ്പോ അവൻ എന്താ പറഞ്ഞത്? ജയിലിൽ നിന്ന് ഇറങ്ങിയ അവൻ നേരെ ഇങ്ങോട്ട് വരും എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഇവിടെ വന്ന് എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാന്നാ ധനുഷ് പറഞ്ഞു. അവന്റെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയണം. അതുപോലെ അർച്ചനയുടെ നാടകവും. എന്നിട്ട് പഴയ പോലെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ഞങ്ങളുടെ വിവാഹം. അതിന് ഇവിടെ ആരെങ്കിലും സമ്മതിക്കോ? ധനുഷ് മറ്റൊരു മതസ്ഥനാണെന്നുള്ളത് മറന്നാ തന്നെ അവനൊരു അനാഥനല്ലേ? അങ്ങനെയുള്ളപ്പോ ഇവിടെ ഉള്ളവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാഥനായ എന്താ? അല്ലെങ്കിൽ തന്നെ ധനുഷ് എങ്ങനെ അനാഥനാവുന്നേ? അവന് ഞാനുണ്ടല്ലോ. ആരോരുമില്ലാത്ത ധനുഷിന് എല്ലാം എനിക്ക് പറ്റും. ആ വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം ധനുഷ് അനാഥനാവില്ല. ഞാൻ വഴി എന്റെ വീട്ടുകാരും അച്ഛനും നന്ദേട്ടനും അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്കും ധനുഷിനും അവന്തികെടുത്തിയുണ്ടല്ലോ. അത് നടക്കില്ല. അർച്ചന ഇവിടെ ഉള്ളിടത്തോളം കാലം അവൾ അതിന് സമ്മതിക്കില്ല. ഞാനൊഴികെ ബാക്കി എല്ലാവരെയും അവള് നിനക്ക് എതിരാക്കും. സമ്മതിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ അവള് പറഞ്ഞു മാറ്റുകയും ചെയ്യും. എനിക്ക് ഉറപ്പാ അത്. അപ്പോഴും അവന്റെ കേട്ടത്തി എന്റെയും ധനുഷിന്റെ ഒപ്പം ഉണ്ടാകുമല്ലോ. അത് മതി എനിക്ക് ധൈര്യത്തിന്. ഇവിടെയുള്ള ആളുകളെ പറഞ്ഞു മാറ്റാനല്ലേ അവർക്ക് കഴിയൂ. എനിക്ക് ധനുഷിനോടുള്ള സ്നേഹത്തെ നശിപ്പിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. മറ്റാരെക്കാളും കൂടുതൽ അവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ തിരിച്ചെന്നെ എടുത്തേക്ക് അറിയോ? ഞാൻ കാരണം അവനിപ്പം ജയിലിൽ കിടക്കുന്നേ. വിവാഹ ദിവസം അവനോടൊപ്പം ഞാൻ നിന്നിരുന്നെങ്കിൽ ഈ അവസ്ഥ അവനുണ്ടാവില്ലായിരുന്നു. തെറ്റിദ്ധാരണയിൽപ്പെട്ട് ഞാൻ അവനെ കുറ്റപ്പെടുത്തി. ഞാൻ അവനെ അടിച്ചു. എന്നിട്ടും ഞാൻ അവനിപ്പൊ കണ്ടപ്പോ ഒരു പരാതി പോലും അവനോട് പറഞ്ഞില്ല. ഈ അവസ്ഥയിൽ അവൻ പറഞ്ഞത് മുഴുവൻ എന്നോടുള്ള ഇഷ്ടത്തെ പറ്റിയ. അങ്ങനെയുള്ളവനെ ഞാൻ എങ്ങനെ എടുത്തി വിട്ടു കളയുന്നേ? ചെറിയ വാശികളിൽ പോലും ഭയ പറയുകയും ദേഹത്ത് ആസിഡെടുത്ത് ഒഴിക്കുകയും ചെയ്യുന്ന ആളുകളുള്ള ഈ സമൂഹത്തില് ധനുഷ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇനി അഥവാ ആരും വീണ്ടും ധനുഷിനെ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ, നീ എന്താ ചെയ്യാൻ പോന്നെ? പറഞ്ഞു മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കും. എന്നിട്ട് എതിര് നിന്ന ഞാൻ അവനോടൊപ്പം ഇറങ്ങിപ്പോവും. അതിനാരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഒരു വീടെടുത്ത് താമസിക്കും. അത് തന്നെയാ ധനുഷ് എന്നോട് പറഞ്ഞത്. മോൾ ഉറങ്ങുവാണോ ഏട്ടത്തി? ഉറക്കാൻ ആതിരയുടെ കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആതിര ഉറങ്ങാൻ തോന്നുന്നു. കുഞ്ഞുണർന്നു കരഞ്ഞാലും ആ പെണ്ണറിയത്തില്ല. ഏട്ടത്തി ഉള്ളതുകൊണ്ട് ആതിരയ്ക്ക് വേറെ ടെൻഷനൊന്നും വേണ്ടല്ലോ. 8-9 മാസം അവള് കഷ്ടപ്പെട്ടതല്ലേ. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്തെല്ലാം വയ്യായ്കൾ വന്നു ആ പാവത്തിന്. ഇനി കുറച്ചുനാള് വിശ്രമിക്കട്ടെ. അത് നല്ലതാ. അപ്പോഴേക്കും
ഏട്ടത്തേക്ക് ഇതൊരു പരിശീലനം ആവുമല്ലോ. എനിക്ക് മാത്രമല്ല, നീയും പഠിച്ചോ ഇതൊക്കെ? പഠിക്കുന്നുണ്ട്. ഒരു കട്ടൻ ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആളല്ലായിരുന്നോ ഞാൻ? ഇപ്പൊ ചോറും അത്യാവശ്യം കറികളും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ ഞാൻ? അതുപോലെ എല്ലാം അർച്ചനേട്ടത്തിൽ നിന്ന് പഠിക്കണം എനിക്ക്. എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നീ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടുത്തെ സാഹചര്യം എന്താന്ന് നമുക്കറിയില്ലല്ലോ. ഒന്നിന്റെ പേരിലും നമ്മളെ ആരും മാറ്റി നിർത്തരുത്. ആ ചിന്ത എപ്പോഴും ഉണ്ടാവണം മനസ്സിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം എന്തായി? തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ട്രീറ്റ്മെന്റ് സക്സസ് ആവുന്ന സന്ധ്യ ഡോക്ടർ പറയുന്നത്. അത് ഉറപ്പായ കാര്യമല്ലേ? കുഞ്ഞുങ്ങളാവാത്ത എത്ര പേരെന്നറിയോ ട്രീറ്റ്മെന്റ് നടത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്? ആണോ? പിന്നെ അല്ലാതെ. ചേച്ചിക്ക് ചെറിയ പ്രോബ്ലം ഒക്കെ കാണൂ, അതൊന്ന് മാറ്റിയാ മതി. അടുത്ത വർഷം ഈ സമയമൊക്കെ ആവുമ്പോ ഏട്ടത്തി പ്രഗ്നന്റ് ആയിരിക്കും, നോക്കിക്കും. സന്ദീപിന്റെ കുഞ്ഞും സച്ചിയേട്ടന്റെ കുഞ്ഞും എല്ലാം കൂടി ഇവിടെ ഒരു ബഹളമായിരിക്കും. ആ സ്വാമി പറഞ്ഞത് ഇരട്ടക്കുട്ടികളായിരിക്കുന്നല്ലേ? ഇപ്പൊ ഉള്ള മോളും വരാൻ പോകുന്ന രണ്ടുപേരും കൂടി ഏട്ടത്തെ ശരിയാക്കും, നോക്കിക്കോ. ഒന്നിന്റെ അമ്മയല്ല, മൂന്നിന്റെ അമ്മയാവാനുള്ള പരിശീലനം ഇപ്പോഴേ തുടങ്ങിക്കും. അയ്യോ, മോൾ ഉണർന്നെന്ന് തോന്നുന്നു. നീ ബാക്കി കൂടി ഒന്ന് വിരിച്ചേക്കണേ. ശരി ഏട്ടത്തെ. സച്ചേട്ടൻ ഇവിടെ നിൽക്കായിരുന്നോ? ഞാനും ഏട്ടത്തെയും ഇപ്പൊ സച്ചേട്ടന്റെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. അതെ, ഇനിയും ട്രീറ്റ്മെന്റിന്റെ കാര്യം അധികം വൈകിക്കണ്ടെന്ന് പറയായിരുന്നു. അർച്ചനേട്ടത്തെ അമ്മയാകാൻ ഇപ്പോഴേ റെഡിയാ. സച്ചേട്ടനും ഒരച്ഛനാവാൻ റെഡിയായിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.